ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. സോ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പ്രിവ്യൂവിൽ കണ്ട പോലെ ഒരു ചെറിയൊരു ട്രാൻസിഷൻ വീഡിയോ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്യാപ്കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. സോ എല്ലാവരും അവസാനം വരെ കാണുക. ആ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം അതേപോലെ ഫോളോ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ട്രാൻസിഷൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്ത് വെച്ച് 2 ക്ലിപ്പുകൾ ആഡ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ക്ലിപ്പ് മെയിൻ ട്രാക്കിൽ നിന്ന് മാറ്റി ഓവർലേയിലോട്ട് മാറ്റുക. ഓവർലേയിൽ നിന്ന് മാറ്റി അത് ഫസ്റ്റ് ക്ലിപ്പിൻ്റെ ഒരു കുറച്ച് ഭാഗത്തോട്ട് കയറ്റി ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമ്മളൊന്ന് ജസ്റ്റ് ഉറപ്പുവരുത്തുക, അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് സെക്കൻഡ് ക്ലിപ്പ് സെലക്ട് ചെയ്ത് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിനകത്ത്. അത് ഓപ്പൺ ചെയ്ത് ഒരു 50-60 സംതിങ് ഒക്കെ നമ്മളാക്കിയാൽ നമുക്ക് 2 ക്ലിപ്പിൻ്റെ ഏകദേശം നമുക്കൊരു വ്യൂ കിട്ടും. അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു കാല് വരുന്നത് 2ൻ്റെയും ഏകദേശം ഒരുപോലെ ആണെന്ന് നമ്മളൊരു ഏകദേശം ഉറപ്പ് വരുത്തുക. എന്നിട്ട് അത് തിരിച്ച് 100% ആക്കുക. എന്നിട്ട് അത് മാറ്റി നമ്മൾ മാസ്കിങ്ങിലോട്ട് പോകും. മാസ്കിങ്ങിലാണ് നമ്മൾ മെയിൻ പരിപാടി ഇതെല്ലാം ചെയ്യുന്നത്. അതിൽ ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യുക. ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്തിട്ട് ക്ലിപ്പിൻ്റെ ആദ്യം കീ ഫ്രെയിം ആഡ് ചെയ്ത് ജസ്റ്റ് കൊടുത്ത് ഓരോന്നായി നമ്മൾ വേവ് വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്ത് വേവ് നമ്മുടെ ആ സ്ക്രീൻ കവർ ചെയ്യുന്ന വരെ അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഫുള്ളം കൊടുക്കുക. പിന്നെ ആ വീഡിയോ ബാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു വേവ് വരുന്നത് ലെയർ ബൈ ലെയറാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ ഈ ഒരു പോർഷൻ എത്തുമ്പോഴേക്കും നമ്മുടെ മാസ്കിങ് എഫക്റ്റ് കയറി വേവ് മറ്റേ ഇതിലോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ എന്നിട്ട് നമ്മൾ മ്യൂസിക് ബാക്കിയോട് ആഡ് ചെയ്യുക. നമ്മൾ ഇനിയൊരു ഇതിനകത്ത് ഇച്ചിരി ഒരു ഫിൽറ്റേഴ്സ് ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. സോ നമ്മുടെ ക്ലിയർ 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിൽറ്ററാണ്. നമ്മൾ അതൊരു ഇച്ചിരി ഇമേജ് ഇച്ചിരി നല്ലതായിട്ട് ക്ലിയർ ചെയ്യും. സോ അതുപോലെ തന്നെ ഒരു ക്യാൻഡി ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഫിൽറ്ററാണ് നമ്മൾ വേറെ യൂസ് ചെയ്യുന്നത്. അത് ഇച്ചിരി എൻഹാൻസ് ചെയ്യും, നമ്മുടെ ഇമേജ് ക്വാളിറ്റി ഇച്ചിരി എൻഹാൻസ് ചെയ്യുന്നൊരു ഫിൽറ്റേഴ്സാണ്. അപ്പോൾ ഇത് 2 ഉപയോഗിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു മാസ്കിങ് എഫക്റ്റാണ് ഇതിൽ മെയിൻ നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് ചെയ്താൽ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അത് എക്സ്പോർട്ട് ചെയ്യേണ്ടത് പറയുമ്പം നമ്മൾ 180-30 ഇട്ട് ചെയ്താലാണ് ഏറ്റവും നല്ലത്. കാരണം ഇൻസ്റ്റയിൽ കംപ്രഷൻ ഉണ്ട്. അപ്പോൾ അതിട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക.